എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് സാഹചര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ അമ്മയെ ചതിച്ച് കടന്നു കളഞ്ഞതോ? ഇത്രയും കാലം എന്നെ കുറിച്ചോ എന്റെ അമ്മയെ കുറിച്ചോ ചിന്തിക്കാതിരുന്നതോ? ആശുപത്രി കിടന്നപ്പോ എന്നോട് എല്ലാം ഏറ്റു പറഞ്ഞിട്ട് ജീവിതം തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു വിട്ടതോ? ഛേ, നിങ്ങളെയാണോ എന്റെ അമ്മ ഇത്ര സ്നേഹിച്ചത്? അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ നല്ല മനുഷ്യനാ, പാവമാണ്, വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുമെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയുടെ എല്ലാ വിശ്വാസങ്ങളെയും തെറ്റിച്ച് അമ്മയെ ചതിച്ചവനാ നിങ്ങള്. കിരൺ, നീ ഇങ്ങനെ ടെൻഷനായിട്ട് ഒരു കാര്യമില്ല. കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവും. ഇനി എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതിന് ഒരു അന്തസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് നട്ടാ കുരുക്കാത്ത നുണയാ. കിരൺ, വെറുതെ വാശിക്ക് സംസാരിക്കേണ്ട കാര്യമല്ലത്. ഞാൻ വാശിക്ക് സംസാരിച്ച ഒന്നുമല്ല. ജനിച്ച ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ അച്ഛനില്ലാത്തവനാണെന്നുള്ള അപമാനം. അതിന്റെ പേരിൽ ഞാൻ എത്ര രാത്രികൾ ഉറങ്ങാതെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് നിനക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങളാണ് എന്റെ അച്ഛൻ, എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാ അത് ചെയ്യാൻ പറ്റുമോ? ഈ സമൂഹത്തിൽ എന്റെ നിലയും വില എന്താന്ന് നിനക്കറിയോ? ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നിനക്കുണ്ടോ? ഇനി ഞാൻ തുറന്നു തന്നെ പറയാം, എനിക്ക് തന്നെ ഒരിക്കലും മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ കുടുംബത്തിനെ മറന്ന്, ഈ സമൂഹത്തിൽ എനിക്കുള്ള നിലയും വിലയും മറന്ന് എനിക്ക് നിന്നെ മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാനല്ല നിന്റെ അച്ഛൻ. അതാരാണെന്ന് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് സത്യം പറയിക്കാൻ. ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഈ ലോകം മുഴുവൻ വിളിച്ച് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത്രയൊക്കെ നീ ചെയ്തതിന്റെ പേരിൽ നിനക്കൊരു നഷ്ടബോധം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം നിന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പൂർണിമയുടെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടത്.